ഗുഡ് മോർണിംഗ് കൂടല്ലൂർ. അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കണത് ഇന്നിപ്പോൾ ഭാരതപ്പുഴയിലാണ്, നമ്മളെ കൂടല്ലൂരിലെ ഭാരതപ്പുഴ. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴയിൽ പോയിട്ട് കക്ക പിടിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താ വെച്ചെങ്കിൽ കക്ക വളരെയധികം കുറവാണ്. കക്ക കൂടുന്ന സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം കൂടിയിട്ട് പെട്ടെന്ന് കുറയുന്ന സമയത്താണ് കക്ക കൂടുതലുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഏകദേശം മെയ് മാസം വരെ അവസാനമാണ്. അപ്പോൾ ഈ സമയത്ത് കക്ക വളരെയധികം കുറവ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുഴയിൽ വന്നപ്പോൾ എന്ത് പ്ലാൻ ചെയ്ത്, ഇവിടുന്ന് ഞങ്ങൾ പുഴയുടെ അക്കരെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, മങ്കേരി പേരശ്ശനൂർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുഴ അക്കരെ കടന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് പുഴയിൽ കുളിച്ചിട്ട് അങ്ങനെ പോകാമെന്ന പ്ലാനില്ല. അപ്പോൾ ഈ പോണ വഴിക്ക് പറഞ്ഞാൽ നമ്മൾ പുഴ നല്ല മനോഹരം കേട്ടോ. ചില ഏരിയയിൽ നല്ല അടിപൊളി മണൽ, ചില ഏരിയയിൽ മണൽ വളരെയധികം കുറവ്, ചില ഏരിയയിൽ പുല്ല്, പിന്നെ കുറച്ച് ഏരിയയിൽ കൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. 2-3 പേര് വന്നിട്ട് തോണിയിൽ മീൻ പിടിക്കുന്ന, വല എറിഞ്ഞിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു 8 മണിയായി, അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പുഴ അക്കരെ കിടക്കുക, നേരെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട്, അതായത് കൂടല്ലൂരിൽ കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് കണ്ട് ഒരു ചെറിയ ചായയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്നുള്ള പ്ലാനില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പുഴയിൽ കൂടെ നടന്ന് ഏകദേശം കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടല്ലൂർ യാറുണ്ട്, യാറത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകണ ഭാരതപ്പുഴയുടെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വളരെയധികം കുറഞ്ഞിരിക്കണം, വളരെയധികം പറഞ്ഞാൽ നമുക്ക് ഏകദേശം കാൽമുട്ടിൻ്റെ അത്ര വെള്ളമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് മങ്കേരി കടക്കാന്നുള്ള പ്ലാനില്ല, അതായത് ഒരു ഏറിപ്പോയേണ്ട ഒരു 1/2 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ മങ്കേരിയായി. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ ട്രാക്ക്, ഒരു സൈഡിൽ പാടം. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കാണാൻ പോണത്, ആ ഏരിയ ഒക്കെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മുന്നേ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നല്ല പാടം, ഒരു സൈഡിൽ ഈ പുഴ, അങ്ങനെ 2 വ്യൂ ആയിട്ടാണ് കണ്ടിരുന്നത്. അതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ ഈ റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ അർഫാത്ത് കൈയും കാലും ഒക്കെ കഴുകി ചെരുപ്പും കയ്യിലും പിടിച്ച് നടക്കാനുള്ള പ്ലാനിലാണ്. അർഫാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ ഈ ഓൺലൈൻ ചാനൽ, അതായത് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അവനെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കുക. ഈ പുഴയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. കുട്ടിക്കാലത്ത് ഇങ്ങനെ പുഴയിൽ വരും, ഇവിടുന്ന് വൈകിട്ട് കുളിക്കും, അതിന് മുന്നോടിയായിട്ട് കളിക്കുന്നതിനാട്ടിൽ മുന്നേ ഞങ്ങൾ അക്കരെ പോവും അങ്ങനെ. പക്ഷേ എന്താ വെച്ചെങ്കിൽ നമ്മളിത് കുറച്ച് കഴിയുമ്പോഴേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കൊരു നൊസ്റ്റ വരികയെന്ന് അറിയില്ലേ, ഒരു പ്രത്യേക ഫീല് വരും. ഈ സൈഡിൽ തന്നെ ധാരാളം കുറ്റികളുണ്ട്. ഒന്ന് 2 കുറ്റികൾ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ട്. ദൂരെ കണ്ടില്ലേ, ഒരു റെഗുലേറ്റർ ഉണ്ടാക്കാൻ പോയതാണ്, പക്ഷെ അത് നടന്നിട്ടില്ല. ഒരു കുറേ തൂണുകൾ നിൽക്കുന്നത് കാണാമല്ലേ, അതാണ് നമ്മൾ കൂടല്ലൂർ റെഗുലേറ്ററിനായിട്ട് പണിത തൂണുകൾ. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു കൊല്ലം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന വഴിയാണിത്. നമ്മൾ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ധാരാളം വെള്ളമുള്ള പോലെ തോന്നും, പക്ഷേ കുറച്ച് വെള്ളമുള്ളൂ. ഈ വഴിയാണ് ഞാൻ അക്കരെ കയറിയത്. ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ചായക്കട ഉണ്ടോ? അങ്ങോട്ട് അവിടെ ഉണ്ടാവുമോ? അവിടെ പലചരക്കാണ്, വേറെ ഒന്നുമില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ പുഴയിൽ നിന്ന് കൂടല്ലൂരിൽ നിന്നായിരുന്നു, വെറുതെ ഒന്ന് ഇറങ്ങിയതാ. അതെങ്ങനെ വഴി ആണോ? അല്ല, അങ്ങനെ ഏതെങ്കിലും വഴിയുണ്ടോ പോവാന്? ആണോ? അത് കൂടെ വഴിയുണ്ടോ പോവാന്? ഉണ്ടോ? അങ്ങനെ പോവാം. ആ ഓക്കെ ഓക്കെ ശരി. ആ ഓക്കെ. എടാ വിശക്കുണ്ടോ അർഫാത്തെ? നമുക്ക് അവിടെ എത്തുമ്പോൾ കഴിക്കാം. ഓക്കെ.
ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു സൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉയരം കൂടിയിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ കുറച്ച് ധാരാളം മരങ്ങളുണ്ട്, ചെറിയ ചെറിയ വീടുകളുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ്, അതായത് പുഴയുടെ സൈഡ് വരുമ്പോൾ അവിടെ ചെറിയ വീടുകളുണ്ട്. അതായത് പുഴയോട് ചേർന്നിട്ട് തന്നെ ധാരാളം കുറച്ച് വീടുകളുണ്ട്. നമ്മളെ 2018 കാലഘട്ടത്തിൽ ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അത്യാവശ്യം വെള്ളം ഏകദേശം ഈ ഒരു ഉയരം വരെയൊക്കെ വെള്ളം വന്നിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഈ പോണ സമയത്ത് ഒരു ട്രെയിൻ ഇപ്പോൾ ഇത് കൂടെ ഇങ്ങനെ പോയിരുന്നു. കുറച്ച് മുന്നേ ആ ചേച്ചി പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കണം. ഇവിടെ നിന്ന് മേലേക്ക് റോഡുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഒരു പലചരക്ക് കട ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. മേലേക്ക് കുറേ പോകണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകണില്ല, ഇവിടെ നിന്ന് എന്തെങ്കിലും ലഘുവായിട്ട് കിട്ടുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനില്ല. നമ്മൾ ആ ചേച്ചി പറഞ്ഞ സ്ഥലത്ത് എത്തിയിരുന്നു. അപ്പോൾ അവിടെ ഒരു പലചരക്ക് കട ഉണ്ട്. ആ പലചരക്ക് കടയുടെ ഫ്രണ്ടിലായിട്ട് ഒരു റോഡ് പോകുന്നുണ്ട് മുകളിലോട്ട്. ആ റോഡിൽ പോയിട്ടുണ്ടെങ്കിൽ ചായ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ലോങ്ങും നടക്കണം. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ പലചരക്ക് കടയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഏകദേശം പള്ളിപ്പുറം ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് നടക്കണം. അങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് ഒരു വലിയൊരു പാലാണ്. നമ്മൾ ഈ തൂതപ്പുഴയും കൂടല്ലൂർ ഭാരതപ്പുഴയും കൂടിച്ചേരുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഈ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു പാലുണ്ടാക്കിയിട്ടുണ്ട്. സോഡ കുടിച്ച് ഗ്യാസ് വരിക. ആ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അവിടെ 2 സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മനോഹരമായിട്ടുള്ള പാടങ്ങളാണ്, കൃഷി ചെയ്യണ നല്ല പാടങ്ങളാണ്. ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നെല്ല് കൃഷി ചെയ്തിട്ട് വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സ്പേസാണ് ആ ഏരിയയിൽ മൊത്തം ഉള്ളത്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നടന്ന് അവസാനം ഈ പാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്, റെയിൽവേ പാലത്തിൻ്റെ അടുത്ത്. ഈ പാലത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പള്ളിപ്പുറം, അതേപോലെ തന്നെ മറ്റേ സൈഡ് മംഗേരി പറയുന്ന ഒരു ഏരിയ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ MTയുടെ പഴയ കഥകളിൽ, കൂടല്ലൂരിനെ കുറിച്ച് പറയുന്ന പഴയ കഥകളിൽ ഈ ഒരു ഏരിയ പറയുന്നത് വളരെയധികം പ്രസിദ്ധമാണ്. അതായത് നമ്മളെ തൂതപ്പുഴ കൂടിച്ചേരുന്ന ഒരു ഭാഗമുണ്ട്, തൂതപ്പുഴയും ഭാരതപ്പുഴയും കൂടിച്ചേരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ആ ഒരു ഏരിയയാണ് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ. ഈ ഒരു സൈഡിൽ കാണുന്നതാണ് ഭാരതപ്പുഴ. അതേപോലെ തന്നെ ഈ പാലം നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതാണ് തൂതപ്പുഴ. ഇവിടെ നിന്നുള്ള ഒരു ഏരിയ, അതായത് മൊത്തം മണൽ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയും പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വയലുകളാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം തെങ്ങും തോപ്പും കവുങ്ങും അതേപോലെ ധാരാളം കുറ്റിച്ചെടികളും വലിയ വലിയ മരങ്ങളൊക്കെ വളർന്നിട്ട് അങ്ങനെ ആ വ്യൂ കാണുന്നില്ല. പണ്ട് കാലത്തൊക്കെ അതെല്ലാം കണ്ടിരുന്നു. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോണത് പള്ളിപ്പുറത്തുള്ള ആ പാടം കൂടി മൊത്തത്തിൽ കാണിച്ചിട്ട് അങ്ങനെ നേരെ പുഴ വഴി അങ്ങനെ ഇറങ്ങി പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളിവിടെ റെസ്റ്റ് എടുത്ത് അതിനുശേഷമാണ് വീണ്ടും യാത്ര ചെയ്യുന്നത്. ഇവിടെ വന്ന സമയത്ത് തന്നെ ഈ പാലത്തിന് ഒരു സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ പീടിക ഉണ്ട്, ഒരു ചെറിയ കട ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് നേരെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ ഒരു പാലത്തിലൂടെ അങ്ങനെ പോണത് കാണാൻ പറ്റി. എന്തായാലും വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുന്നേ ഒരു ഓൾഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കുറച്ച് ഇഷ്ടിക്കും കല്ലൊക്കെ ആയിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്നത്. അത് ഇവിടുന്ന് നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന് അവസാനം ഇവിടെ ഒരു പാടത്തിൻ്റെ സൈഡ് എത്തിയിരിക്കുകയാണ്, അതായത് പള്ളിപ്പുറം. ഞങ്ങൾ നിൽക്കുന്നത് പള്ളിപ്പുറം ഏരിയയിലാണ്.
ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ പറഞ്ഞ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. നമുക്ക് വൈകുന്നേരങ്ങളും അല്ലെങ്കിൽ രാവിലെ ചില സമയങ്ങളിൽ പ്രത്യേക ഭംഗിയായിരിക്കും ഇങ്ങനെയുള്ള ഏരിയകൾ. അപ്പോൾ അവിടെ പോയിട്ട് ഇടയ്ക്ക് ഒന്നെങ്കിൽ ഫാമിലി ആയിട്ട് എന്തെങ്കിലും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുക പറഞ്ഞെങ്കിൽ വളരെയധികം ഒരു റീഫ്രഷ്മെൻറ്റാണ് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഞാൻ കുറേ കാലമായി ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷേ നമുക്കതിനൊരു സമയം കണ്ടെത്തണം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 7:30 സമയത്ത് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയായി. ഇവിടെ വന്നപ്പോൾ ഒരു പാലത്തിൻ്റെ സൈഡുണ്ട്. ആ സൈഡിൽ ഭയങ്കര കൂളിങ്, അതായത് നല്ലൊരു തണലുള്ള ഏരിയ. അവിടെ വന്നിട്ടിരിക്കാനും ഈ പുഴയിലേക്ക് നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മളറിയാതെ അവിടുത്തെ കാറ്റും കൊണ്ടിട്ട് നമ്മളങ്ങനെ ഇരുന്ന് പോകും. ഇനിയിപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിൻ്റെ ഒരു വ്യൂ കാണിച്ചിട്ട് അങ്ങനെ പുഴ വഴി തന്നെ, പുഴയിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ പുഴ വഴി തന്നെ നേരെ കൂടല്ലൂർ എത്തിപ്പെടുക എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ റെയിൽവേ ട്രാക്കിൻ്റെ മേലിൽ നിന്ന് നേരെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. അവനെന്താ വെച്ചാൽ വിശപ്പ് സഹിച്ചിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് കുറച്ച് ബ്രെഡ് ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് ആശ്വാസമായി. അതിൻ്റെയാണ് ആ കാണുന്നത്. ഇപ്പോൾ നേരെ കുത്തനുള്ള ഇറക്കാം. ഇവിടെ എന്താ വെച്ചെങ്കിൽ വലിയ വലിയ മരങ്ങളുണ്ട്, അതേപോലെ തന്നെ കല്ല് നിറഞ്ഞ ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് കൂടെ ഒക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെങ്കിൽ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് കൂടുതലുള്ള ആൾക്കാർ തന്നെ ഈ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഫാമിലി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വരിക. അപ്പോൾ ഈ രണ്ട് സൈഡിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ ട്രാക്കാണ്, ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ട്രെയിൻ വരും. അപ്പോൾ മാക്സിമം നമ്മളെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ സേഫാക്കി നമ്മൾ കൊണ്ടുപോവുക. നമ്മൾ ഇപ്പോൾ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എത്തുന്നത് ഇങ്ങനെ ഒരു കാടാണ്, വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ള വലിയൊരു കാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യണ കൃഷിയിടങ്ങളാണ്. എന്താ വെച്ചെങ്കിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം ധാരാളം ചെടികൾ നന്നായി വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇഴജന്തുക്കൾ, കുറുക്കൻ, നായ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് കൂടല്ലൂർ പുഴയിൽ നിന്ന് നേരെ അങ്ങനെ പാലം വഴി, അത് മങ്കേരി വഴി റെയിൽവേ പാലം വഴി നേരെ പള്ളിപ്പുറം എത്തി. നമ്മൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് നേരെ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നത് വലിയൊരു കാടാണ്, കുറേ മരങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള വലിയൊരു കാട്. നമ്മൾ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ് നേരെ ഈ കാട് കഴിഞ്ഞ് നേരെ എത്തുന്നത് ഒരു പാടത്തിൻ്റെ വ്യൂ ആണ്. എന്താ വെച്ചെങ്കിൽ കുറേ ഏക്കർ കണക്കിന് പാടം, അതായത് കൃഷി ചെയ്യുന്ന നെൽവയൽ കെടുക്കുകയാണ്. ഇതിൽ വാഴക്കൃഷി ചില ഏരിയയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് പറയുന്നത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന നെൽകൃഷിക്ക് തന്നെ, വേറെ ഒന്നിനും വേറെ ഒരു കൃഷിക്കും വേണ്ടിയിട്ട് ഈ ഏരിയ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൃഷിയൊന്നുമില്ല, കൃഷിയൊക്കെ കഴിഞ്ഞ് പാടപ്പ് കൂട്ടിക്കെടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഈ നെൽവയലൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര മനോഹരമാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടല്ലൂർ ഏരിയയിൽ ഇത്ര അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ഏരിയയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഏരിയ ഞാൻ ഷൂട്ട് ചെയ്തത്. മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കക്ക പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ പുഴയിൽ കക്കല്ലേ, ഈ ഒരു സീസണിൽ കക്ക കാണാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വേറെ വഴി, അതായത് ഇവിടുന്ന് ഈ കാട് വഴി തന്നെ നേരെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഈ മഴ പെയ്തിട്ട് ധാരാളം പൊന്ത പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണത്, നേരെ പുഴ വഴി തന്നെ നേരെ കൂടല്ലൂർ പോകാനുള്ള പ്ലാനാണ്. അതായത് ഞങ്ങൾ ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് പോയിട്ട് അങ്ങനെ വീട്ടിൽ പോകാനുള്ള പ്ലാൻ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പള്ളിപ്പുറം പാടം വഴി പോവാതെ നേരെ പുഴ വഴി തന്നെ വന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ധാരാളം പുല്ല് പിടിച്ചിട്ട് വലിയ വലിയ പൊന്തയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നേരെ പുഴ വഴി നേരെ കടക്കാമെന്ന് വിചാരിക്കുന്നു. പുഴയിൽ ചില ഏരിയയിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ വഴി പോകണില്ല, വെള്ളം കുറഞ്ഞ ഏരിയ നോക്കിയിട്ട് അങ്ങനെ പുഴ കടന്ന് നേരെ കൂടല്ലൂർ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.